മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യമാണ് കേരളത്തിൽ. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലായി സംസ്ഥാനത്തുടനീളം മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലവർഷത്തിനു പിന്നാലെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി അടുത്ത 5 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നിരവധി മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു സമയം കൂടിയാണ് മഴക്കാലം. ആരോഗ്യം, വീടുകളുടെ സുരക്ഷ, യാത്ര, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി മുൻകരുതലുകൾ മഴക്കാലത്ത് എടുക്കേണ്ടതുണ്ട്. ഈ മുൻകരുതലുകൾക്കൊപ്പം തന്നെ മഴക്കാലത്ത് ഏറെ സൂക്ഷിക്കേണ്ട മറ്റൊരു പ്രധാന പ്രശ്നമാണ് പാമ്പുകൾ ഉയർത്തുന്ന വെല്ലുവിളി. മഴക്കാലമാകുമ്പോൾ പാമ്പുകൾ സാധാരണയായി പുറത്തിറങ്ങുന്നതിനും മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നതിനും പലതരം കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് മാളങ്ങളിൽ വെള്ളം കയറുന്നത്. മാളങ്ങളിൽ വെള്ളം കയറുന്നതിനാൽ പാമ്പുകൾക്ക് മാളങ്ങളിൽ തുടരാൻ സാധിക്കാതിരിക്കുകയും വെള്ളം കയറാത്തതും സുരക്ഷിതമായ വാസസ്ഥലങ്ങൾ തേടി പുറത്തിറങ്ങുകയും ചെയ്യുന്നു. മറ്റൊന്ന് കാലാവസ്ഥാ വ്യതിയാനമാണ്. ശീതരക്തമുള്ള ജീവികളാണ് പാമ്പുകൾ. അതിനാൽ പാമ്പുകളുടെ ശരീരത്തിലെ താപനില അതിന്റെ ചുറ്റുപാടിനെ ആശ്രയിച്ചിരിക്കും. മഴക്കാലമാകുമ്പോൾ പൊതുവെ അന്തരീക്ഷത്തിലെ താപനില കുറയുകയും ആർദ്രത കൂടുകയും ചെയ്യും. ഇത് പാമ്പുകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. അതിനാൽ ചൂടുള്ളതും ഒപ്പം വരണ്ടതുമായ ഇടങ്ങൾ തേടി പാമ്പുകൾ പുറത്തിറങ്ങും. കൂടാതെ ഇര തേടിയും അതിശക്തമായ മഴയും ഒഴുക്കുമൊക്കെ കാരണം പാമ്പുകൾ മഴക്കാലത്ത് കൂടുതലായി പുറത്തിറങ്ങുന്നു. ഇനി മഴക്കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും അതേസമയം തന്നെ ഏറ്റവും സൂക്ഷിക്കേണ്ടതുമായ പാമ്പുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ബിഗ് 4 എന്നറിയപ്പെടുന്ന 4 പ്രധാനപ്പെട്ട വിഷപ്പാമ്പുകളാണ് മഴക്കാലത്ത് കേരളത്തിൽ പൊതുവെ കാണപ്പെടാറുള്ളത്. അതിൽ ഒന്നാമത്തേത് മൂർഖൻ പാമ്പാണ്. കേരളത്തിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന വിഷപ്പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ. ഇവയുടെ പത്തിയുടെ പിന്നിൽ കാണപ്പെടുന്ന കണ്ണടയുടെ ആകൃതിയിലുള്ള അടയാളമാണ് മൂർഖൻ പാമ്പിനെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം. 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെയാണ് ഇവയുടെ സാധാരണ നീളം. ഇളം തവിട്ട്, കറുപ്പ്, മഞ്ഞ, ചാരനിറം തുടങ്ങിയ നിറങ്ങളിലാണ് മൂർഖൻ പാമ്പിനെ കാണാൻ കഴിയുന്നത്. പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ് മൂർഖൻ. എങ്കിലും പ്രകോപിപ്പിച്ചാൽ ആക്രമിക്കാൻ മടിക്കാറില്ല. പകൽ സമയത്തും രാത്രി സമയത്തും ഇവയെ കാണാൻ കഴിയും. ന്യൂറോടോക്സിക് സ്വഭാവമുള്ളതിനാൽ മൂർഖൻ പാമ്പിന്റെ വിഷം നാഡീവ്യൂഹത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. ഇത് പേശികളെ തളർത്തുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ഒപ്പം ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ചില സന്ദർഭങ്ങളിൽ കാർഡിയോടോക്സിനുകളും സൈറ്റോടോക്സിനുകളും ഇവയുടെ വിഷത്തിൽ കാണപ്പെടാറുണ്ട്. ഇത് കോശങ്ങൾക്കും ടിഷ്യൂകൾക്കും കേടുപാടുകൾ ഉണ്ടാക്കും. ചില സമയങ്ങളിൽ വിഷമില്ലാത്ത കടിയും സംഭവിക്കാറുണ്ട്. രണ്ടാമത്തേത് അണലി അഥവാ റസൽസ് വൈപ്പർ. മഴക്കാലത്ത് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന വളരെ അപകടകാരിയായ ഒരു വിഷപ്പാമ്പാണ് അണലി. ശരീരത്തിൽ തവിട്ട് നിറത്തിൽ വൃത്താകൃതിയിലോ ഓവലാകൃതിയിലോ ഉള്ള പാടുകളാണ് കാണപ്പെടുന്നത്. അണലിയെ തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം ഇവയുടെ തല കഴുത്തിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ വേർതിരിഞ്ഞിരിക്കും എന്നതാണ്. പൊതുവെ തടിച്ച ശരീരപ്രകൃതിയുള്ള അണലികളുടെ തല ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. അണലിയുടെ വിഷം പ്രധാനമായും ഹീമോടോക്സിക് സ്വഭാവമുള്ള വിഷമാണ്. ഇത് രക്തചംക്രമണ വ്യവസ്ഥയെയും രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയെയും ബാധിക്കുന്നു. പൊതുവെ വളരെ അക്രമാസക്തമായ സ്വഭാവമുള്ള പാമ്പാണ് അണലികൾ. പ്രകോപിപ്പിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രവചനാതീതമായ ആക്രമണമാണ് അണലികൾ നടത്താറുള്ളത്. 360 ഡിഗ്രിയിൽ ആക്രമിക്കാനുള്ള അണലിയുടെ കഴിവ് പാമ്പുകളിൽ നിന്നും അണലിയെ വേറിട്ട് നിർത്തുന്നു. കടിയേറ്റ ഭാഗത്ത് കഠിനമായ വേദന, നീര്, നിറവ്യത്യാസം, രക്തസ്രാവം, തലകറക്കം, ഓക്കാനം, ഛർദി തുടങ്ങിയവയാണ് അണലിയുടെ കടിയേറ്റാൽ പ്രകടമാക്കുന്ന ലക്ഷണങ്ങൾ. അണലികൾ ഒരിക്കലും മൂർഖനെ പോലെ ചീറ്റി മുന്നറിയിപ്പ് നൽകാറില്ല. ശല്യപ്പെടുത്തിയാൽ ഉടൻ തന്നെ കടിക്കുക എന്നതാണ് പതിവ്. മൂന്നാമത്തേത് ശംഖുവരയൻ അഥവാ വെള്ളക്കെട്ടൻ. കേരളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് ശംഖുവരയൻ. ഇവ പ്രധാനമായും രാത്രികാലങ്ങളിലാണ് പുറത്തിറങ്ങുന്നത്. തിളക്കമുള്ള കറുപ്പ് നിറവും അതിൽ വെളുത്തതോ ഇളം മഞ്ഞയോ ആയ നേർത്ത ഇരട്ട വരകളോ അല്ലെങ്കിൽ ഒറ്റ വരകളോ ഇവയുടെ ശരീരത്തിൽ കാണാൻ കഴിയും. ഈ വരകൾക്ക് ശംഖിന്റെ നിറവുമായി സാമ്യതയുള്ളതുകൊണ്ടാണ് ശംഖുവരയൻ എന്ന പേര് വന്നത്. ഈ വരകൾ വാലിന്റെ അറ്റം വരെ കാണാൻ കഴിയും. കൃഷിയിടങ്ങൾ, പുൽമേടുകൾ, വരണ്ട വനപ്രദേശങ്ങൾ, മരങ്ങൾ കുറഞ്ഞ പ്രദേശങ്ങൾ, മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലൊക്കെ പൊതുവെ കാണപ്പെടാറുള്ള ശംഖുവരയൻ ചിലപ്പോൾ വീടുകൾക്കുള്ളിൽ പോലും പതിയിരിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ കല്ലുകൾക്കിടയിലും മരച്ചില്ലകളിലും എലിമാളങ്ങളിലും ചിതൽപുറ്റുകളിലും ഇവ ഒളിച്ചിരിക്കാറുണ്ട്. ശംഖുവരയൻ പ്രധാനമായും രാത്രി സഞ്ചാരിയാണ്. പകൽ സമയത്ത് ഇവ പൊതുവെ ശാന്തവും ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. മാത്രമല്ല സാധാരണയായി പ്രകോപിപ്പിച്ചാൽ പോലും കടിക്കാതെ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് ഇവ ഉറങ്ങുമ്പോൾ ഇവയുടെ ശരീരത്തിൽ അറിയാതെ തട്ടിയാൽ തന്നെ കടിക്കാൻ സാധ്യതയുണ്ട്.
കണ്ടിട്ടുണ്ട്. കടിയേറ്റാൽ മിക്കപ്പോഴും വേദനയില്ലാത്തതിനാൽ ആളുകൾ കടിയേറ്റത് അറിയാറില്ല. ശംഖുവരയൻ പാമ്പിന്റെ വിഷം അതിശക്തമായ ന്യൂറോടോക്സിക് സ്വഭാവമുള്ളതാണ്. ഇത് നാഡീവ്യൂഹത്തെ നേരിട്ട് ബാധിക്കുന്നു. ശംഖുവരയൻ കടിക്കുമ്പോഴുള്ള ലക്ഷണങ്ങൾ കടിയേറ്റാൽ പലപ്പോഴും വേദനയോ നീർക്കെട്ടോ പ്രകടമാക്കാത്തതിനാൽ കടിയേറ്റത് തിരിച്ചറിയാൻ വൈകാം. മണിക്കൂറുകൾക്ക് ശേഷമാണ് വിഷത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. വയറുവേദന, പേശീവേദന, ഛർദി, തലകറക്കം, കാഴ്ച മങ്ങൽ, കണ്ണിന്റെ ഇമകൾ തൂങ്ങുക, സംസാരിക്കാനും ഭക്ഷണം ഇറക്കാനുമുള്ള ബുദ്ധിമുട്ട്, ശ്വാസകോശത്തിലെ പേശികളെ തളർത്തുന്നതും മരണത്തിലേക്ക് നയിക്കുന്നതുമൊക്കെയാണ്. നാലാമത്തേത് ചുരുട്ടമണ്ഡലി. ചുരുട്ടമണ്ഡലി വലിപ്പത്തിൽ ചെറുതാണെങ്കിലും കടി അതിമാരകമാണ്. ഇന്ത്യയിൽ പാമ്പുകടി ഏൽക്കുന്ന മരണങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതും ചുരുട്ടമണ്ഡലികളാണ്. മറ്റ് വിഷപ്പാമ്പുകളേക്കാൾ വളരെ ചെറുതാണ് ചുരുട്ടമണ്ഡലി. സാധാരണയായി 30 മുതൽ 80 സെന്റിമീറ്റർ വരെയാണ് ഇവയുടെ നീളം. ശരീരത്തിൽ തവിട്ട് നിറം, ചാരനിറം, മഞ്ഞ കലർന്ന തവിട്ട് നിറം എന്നിവയുടെ വിവിധ ഷെയ്ഡുകൾ കാണാൻ കഴിയും. പുറകിൽ വ്യക്തമായ വെളുത്തതോ ഇരുണ്ടതോ ആയ വളഞ്ഞ വരകളോ പുള്ളികളോ ഉണ്ടാകും. കൂടാതെ ഇവയുടെ തലയുടെ മുകളിൽ ഒരു കുരിശിന്റെയോ അമ്പടയാളത്തിന്റെയോ ആകൃതിയിലുള്ള അടയാളങ്ങൾ സാധാരണയായി കാണാൻ കഴിയുന്നു. ശംഖുവരയനെ പോലെ തന്നെ ചുരുട്ടമണ്ഡലിയും പ്രധാനമായും രാത്രി സഞ്ചാരികളാണ്. പകൽ സമയത്ത് മിക്കപ്പോഴും പാറകൾക്കിടയിലോ മരച്ചില്ലകൾക്കിടയിലോ മണലിൽ ഒളിച്ചോ ഇവ കാണപ്പെടുന്നു. ഇവയ്ക്ക് മണലിൽ അതിവേഗം ശരീരം പൂഴ്ത്തിവെക്കാനുള്ള കഴിവുമുണ്ട്. ഭീഷണി നേരിട്ടാൽ ഉടൻ തന്നെ ആക്രമിക്കുന്ന സ്വഭാവക്കാരാണ് ചുരുട്ടമണ്ഡലി. മറ്റു പാമ്പുകളെ പോലെ ഓടിമാറാൻ ശ്രമിക്കാതെ ചുരുണ്ടുകൂടി ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നതാണ് ഇവയുടെ രീതി. ചുരുട്ടമണ്ഡലിയുടെ വിഷം പ്രധാനമായും ഹീമോടോക്സിക് സ്വഭാവമുള്ളതാണ്. ഇത് രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയെ തകരാറിലാക്കുന്നു. കൂടാതെ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ഇത് ആന്തരികവും ബാഹ്യവുമായ രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ഏതാണ്ട് അണലികളുടെ കടിയേൽക്കുന്നത് പോലെ തന്നെ. ഈ 4 പാമ്പുകളെയാണ് പ്രധാനമായും കേരളത്തിൽ മഴക്കാലത്ത് കാണപ്പെടാറുള്ളത്. പാമ്പുകളിൽ നിന്നും രക്ഷ നേടാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. പരിസരത്തെ പുല്ലും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. ഇത് പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാനുള്ള സാധ്യത കുറയ്ക്കും. മറ്റൊന്ന്, വീടിന്റെ ഭിത്തികളിലും തറയിലുമുള്ള വിള്ളലുകളും മാളങ്ങളും അടയ്ക്കുക എന്നതാണ്. ഷൂസും മറ്റു പാദരക്ഷകളും ധരിക്കുന്നതിന് മുമ്പ് ഉള്ളിൽ പാമ്പുകളോ മറ്റു ജീവികളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ടോർച്ച് ഉപയോഗിക്കുക. ഒപ്പം പാമ്പുകളെ പ്രകോപിപ്പിക്കാതിരിക്കുക. അവയെ കണ്ടാൽ ഉപദ്രവിക്കാനോ പിടിക്കാനോ ശ്രമിക്കരുത്. അവയ്ക്ക് സ്വന്തമായി വഴി നൽകുക. പാമ്പുകടിയേറ്റാൽ ഉടൻ തന്നെ അടിയന്തര സഹായം തേടുക. മഴക്കാലത്ത് പാമ്പുകൾ തണുപ്പും വെള്ളവും തേടി വീടുകളിലേക്ക് പ്രവേശിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്.